പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. നവമൊരു പീഠമൊരു ഗുരുവിൽ സ്നേഹമൊഴിയാകം തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ തത്വത്തിന്റെ സംഭോജമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും നന്ദിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കരങ്ങളടിച്ചു പാടാം. ശക്തിയോടെ കരങ്ങളടിച്ച്
ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ചേർന്ന് പാടി. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. സ്വർണ്ണമേർത്തി പാടി. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷവരിച്ചിടാം, നിത്യരക്ഷവരിച്ചിടാം. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷവരിച്ചിടാം, നിത്യരക്ഷവരി. കരങ്ങളുയർത്തിയടിച്ചേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, 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 യേശുനാമമല്ലാതെ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങൾ നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങ് നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും നന്ദിയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ, പരിപാവനനാ ബലവാനേ, പരിപാവനനാ അമർത്യനേ,
കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും ശത്രുഘ്നും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധാപൂർവം കേൾക്കുവിൻ. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കിടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഏലിയ നമ്മെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്നും വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്നും പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എഴുന്നേറ്റ് നിൽക്കാം, വചനം ശ്രവിക്കാൻ വരാം. മഴ പോലെ പെയ്യട്ടെ വചനം ഹൃദയവയലുകളിൽ, ഉണർവേകാം വിളവേകാം ഹൃദയവയലുകളിൽ. മഴപോലെ പെയ്യട്ടെ വചനം ഹൃദയവയലുകളിൽ, ഉണർവേകാം വിളവേകാം ഹൃദയവയലുകളിൽ. സത്യവചനം തിരുവചനം മധുമഴയായി പൊഴിയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സത്യവചനം തിരുവചനം മധുമഴയായി പൊഴിയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 16, 13 മുതൽ 20 വരെ തിരുവചനങ്ങൾ. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. യേശു കാസറിയ ഫിലിപ്പിദാസ് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹനാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജെറമിയ എന്നും, അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളിച്ചെയ്തു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ.
മാംസരക്തങ്ങളല്ല, സ്വർഗസ്വനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കിരിക്കാം. മിശിഹായിലെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ചിട്ടാണ്. ഈശോ ആരെന്നാണ് ഈശോ ചോദിച്ചത്. മറ്റു പലരും പറയുന്നത് എന്താണ്? ജെറമിയ എന്ന് പറഞ്ഞ പ്രവാചകന്മാരിൽ ഒരുവനാണെന്നൊക്കെ പറഞ്ഞു. രണ്ടാമതായിട്ട് ഈശോ അവസാനമായി ചോദിക്കുക, ഈശോ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസാണ് അതിന് മറുപടി പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. പത്രോസ് അവിടെ വിശ്വാസ പ്രഖ്യാപനം നടത്തിയപ്പോൾ ഉടനെ യേശു പറഞ്ഞ മറുപടിയുണ്ട്, പത്രോസെ നീ അഹങ്കരിക്കൊന്നും വേണ്ട, നിന്റെ ബുദ്ധി കൊണ്ടോ നിന്റെ ചിന്ത കൊണ്ടോ ഒന്നുമല്ല. എൻ്റെ അർത്ഥം നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടല്ല. നമ്മൾ പറയുന്നത് മാംസരക്തങ്ങളല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്വനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താല് പത്രോസിനെ വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ് ഈശോ ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളത്. പലപ്പോഴും നമ്മളും പലയിടത്തൊക്കെ കൗൺസിലിംഗ് പോകുമ്പോൾ ചില കാര്യം വെളിപ്പെടുത്തി ചില ബുദ്ധി കൊണ്ട് ചിന്തിക്കാറുണ്ട്, ഇതെങ്ങനെയാന്നുള്ളത്. നമ്മുടെ ബുദ്ധിയല്ല, മറിച്ച് വിശ്വാസത്തിലൂടെ നമ്മൾ നോക്കിക്കാണുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലെ ചില സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുക. പത്രോസ് ഈശോയെ കുറിച്ചിട്ട് വിശ്വാസ പ്രഖ്യാപനം നടത്തിയിട്ട് പത്രോസ് ജീവിതത്തിൽ വന്നിട്ടുള്ള വീഴ്ചകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈശോ പറഞ്ഞു, നീ ഭാഗ്യവാൻ. ഈ ഭാഗ്യം ചെയ്ത അഭിഷേകമുള്ള വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്ന പരാജയങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമത്തെ പരാജയം മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ ആരുടെയും കയ്യിൽ ബൈബിളൊന്നും ഇല്ലല്ലേ? നിങ്ങൾ ധ്യാനത്തിന് തന്നെ വന്നവരല്ലേ? ഞാനൊരു ചോദ്യം ചോദിച്ചോക്കട്ടെ. നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ പുസ്തകവും പേനയും കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയും? കൊണ്ടുപോകണമെന്ന് പറയൂലേ? പ്രിയമുള്ളവരെ, എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ബൈബിൾ തുറന്നില്ലെങ്കിലും കുഴപ്പമില്ല, ബൈബിൾ കൊണ്ട് അടുത്ത ആഴ്ച വരണം. ഒരേ ഒരു വചനമെങ്കിലും നിങ്ങൾ തുറന്ന് വായിച്ചാൽ മതി. ഒരേ ഒരു വചനം. നിങ്ങൾ ബൈബിൾ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് ബൈബിൾ എടുത്ത് ഇവിടെ വരെ ആ വഴി മുഴുവനും വിശുദ്ധീകരിച്ചിട്ടുണ്ടാവും. ആ തിന്മ വിട്ടുപോയിട്ടുണ്ടാവും. നമ്മളത് എടുത്ത് കാണുമ്പോൾ നമ്മുടെ തലമുറ അതിലേക്കൊരു ആഗ്രഹം പ്രകടിപ്പിക്കും. നമ്മൾ തൊടുന്നില്ലെങ്കിൽ നമ്മുടെ തലമുറയും തൊടില്ല. കാരണം വചനമാണ് നിങ്ങൾ വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനേക്കാളും 100 ഇരട്ടി അഭിഷേകമുണ്ട് വചനത്തിന്.
കർത്താവിൻ്റെ ജീവനുള്ള വചന. അവിടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ ഈ വചനമെടുത്ത് കൊണ്ടുപോകുമ്പോൾ ആ പോകുന്ന വഴിയുടെ തിന്മകളൊക്കെ മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ആപത്ത് അപകടങ്ങളൊക്കെ വിട്ട് മാറിപ്പോകും. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ മനസ്സിൽ ഗ്രഹിച്ചോളാം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ ഇനിയിപ്പോൾ ജൂൺ മാസം സ്കൂളിൽ പോവില്ലേ, പുസ്തകം കൊടുത്തയക്കണ്ട, പേനയും കൊടുത്തയക്കണ്ട, മനസ്സിൽ ഗ്രഹിച്ചോട്ടെ. അത് നിങ്ങൾ സമ്മതിക്കില്ല. ഏതെങ്കിലും ദിവസം ഒരു ദിവസം ഒരു നോട്ട് എഴുതാണ്ട് വന്നു കഴിഞ്ഞാൽ ചീത്ത പറയാനാകണം. നീ എവിടെ നോക്കിയിരുന്നോടാന്ന് ചോദിച്ചിട്ട്. കർത്താവ് വീണ്ടും പറയുന്നത് എന്തറിയോ? പാപം ചെയ്യാതിരിക്കാനായിട്ട് ഒരേ ഒരു മാർഗമുള്ളൂ. എന്താ? വചനം വായിക്കുക. നമ്മൾ ചെയ്യുന്ന പാപത്തിലെ ഒരു 70% പാപം ചെയ്യുന്ന അവയവം ഏതാണെന്നറിയോ? ഏതാ? കണ്ണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടാ. നിങ്ങൾ പറയും രജിതച്ചൻ വന്ന് പറഞ്ഞു. അല്ല, വചനം പറയുന്നതാ. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം കുറ്റമറ്റതായിട്ട് പോകും. പ്രത്യേകിച്ച് ഈ ജടിക പാപങ്ങൾ വരുമ്പോൾ നിങ്ങൾ വചനം തുറന്ന് വായിക്കുകയും നിന്റെ ശരീരത്തെ വിശദീകരിക്കാനായിട്ട്, നിന്റെ ശരീരത്തിലേക്ക് അസ്വസ്ഥത കടന്നു വരുമ്പോൾ വചനം വായിക്കണം. നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നില്ല, അതാ പ്രശ്നം കുറയ്ക്കാൻ. ഞാനൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ, ഈ ദൈവപുത്രനായ കർത്താവ് വചനം വായിക്കാറുണ്ടാ? ഉണ്ടാ? ഉണ്ട്. യേശയും ജെറമിയയും മാത്രമല്ല, ഈശോ ഏറ്റവും കൂടുതൽ വായിച്ചിരുന്ന വാചന ഭാഗമാണ് സങ്കീർത്തനങ്ങൾ. ആ ദൈവപുത്രനായ ഈശോ ചെയ്യാമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യത്ര മടി? ഇനി ഏത് വിശ്വാസം എടുത്ത് നോക്കിക്കോ നിങ്ങൾ. അവരുടെയൊക്കെ ബൈബിൾ വായിച്ച് പൊടിഞ്ഞു പിടിക്കണ്ടോ? നമ്മുടെ ബൈബിള് പൊടി പിടിച്ചിട്ടിരിക്കണ്ടോ? എന്നിട്ട് നമ്മൾ വ്യത്യാസം അതാ. ഈശോ കൃത്യമായിട്ട് വചനം വായിച്ചിരുന്നു. കൃത്യമായിട്ട് അതിന് തെളിവുകളുണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ ഈശോ ഇടയ്ക്കിടയ്ക്ക് ഒരു വിട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ധ്യാനത്തിന് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അടുത്ത ആഴ്ച മുതൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ കൊണ്ടുപോകും. അതുകൊണ്ടും നിങ്ങളുടെ കയ്യും കാലും ഒടിയൊന്നുമില്ല. മാത്രമല്ല, ഒത്തിരി അഭിഷേകം നിങ്ങൾക്ക് ആ ബൈബിള് പിടിക്കുമെന്നെ കിട്ടും. വായിച്ചില്ലെങ്കിലും വേണ്ട. കാരണം കർത്താവിൻ്റെ വചനം ഇരുതല വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അത് മാംസത്തിലും മച്ചയിലും കയറി സൗഖ്യം ലഭിക്കുന്നതാ. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഒത്തിരി സൗഖ്യങ്ങൾ സംഭവിക്കുന്നത് വചനത്തിൻ്റെ അഭിഷേകത്താലാണ്. ഒത്തിരി വിശുദ്ധാത്മാക്കളെ മാനസാന്തരപ്പെടുത്തിയതും വചനമാണ്, കർത്താവിൻ്റെ വചനം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും ഉത്തരം, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അത് 10,000 20,000 വർഷം കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അപ്പം വചനം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളുടെ വിശുദ്ധീകരണം നടക്കുന്നത് വചനം വായിക്കുമ്പോഴാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധീകരണം നടക്കുന്നത് വചനം വായിക്കുമ്പോഴാണ്. ബിഷപ്പ് ഫ്രാൻസിസ് സേവ്യർ, ഞാൻ ഈ സമ്പാളൂർ കൺവെൻഷൻ അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും അഭിഷേക സ്ഥലമാണ്. ഈ ബിഷപ്പ് ഫ്രാൻസിസ് സേവ്യർ അവിടെ താമസിച്ച്, ഈ ഫ്രാൻസിസ് സേവ്യറിൻ്റെ കൂടെ എപ്പോഴും ഒരു വിശുദ്ധ ഗ്രന്ഥം ഉണ്ടാവും. ഒരു ക്രൂശ് രൂപം, ഒരു വിശുദ്ധ ഗ്രന്ഥം, പിന്നെ അവിടെ സഭയുടെ നിയമാവലി, 3 കാര്യങ്ങൾ സഞ്ചി ഉണ്ടാവും ബിഷപ്പ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ കൂടെ. ഈശോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വചനഭാഗങ്ങളാണ് സങ്കീർത്തനങ്ങൾ.
അത് ഈശോയ്ക്ക് ഏറ്റവും ഇടയ്ക്കിടയ്ക്ക് ഈശോ ചൊല്ലിക്കൊണ്ട സങ്കീർത്തന ഭാഗം ഏതാണെന്ന് അറിയാൻ പറ്റുമോ? ഏതായിരിക്കും? ക്ലൂ പറയാം. 15, 23, 51, 91. തൊണ്ണൂറ്റി 1. എന്താ കാരണം? ഒന്ന്, കർത്താവിൻ്റെ സംരക്ഷണം. കർത്താവിൻ്റെ സംരക്ഷണം ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വചനഭാഗങ്ങൾ ഒന്നാന്ന് പറയാൻ കാരണം, മരുഭൂമിയിലെ പ്രലോഭന സമയത്ത് സാത്താൻ പ്രലോഭന സമയത്ത് ചോദിച്ച ഒരു വചനഭാഗമുണ്ട്. നീയെ ആ ഉയർന്ന സ്ഥലത്ത് നിന്ന് ചാടിക്കോ? എന്താ പറയുന്നിട്ട്? മാലാഖമാരെ നിന്റെ പാദം കല്ലിമ തട്ടാതിരിക്കാനായിട്ട് അവർ നോക്കിക്കൊള്ളുന്നു. ആ വചനഭാഗം എവിടെയാ? 91, 12 കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ പോരായ്മയും എൻ്റെ നേട്ടം നോക്കി നടക്കുന്ന ആരാ? ശത്രുവാണോ മിത്രമാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പോരായ്മയും കുറവ് നോക്കി നടക്കുന്ന ആരാ? ശത്രുവാണോ മിത്രമാണോ? ശത്രു. അപ്പൊ ഈ സാത്താൻ ഇത് നോക്കി നടക്കണം. ഈശോയെ എവിടെ പൂട്ടാൻ വെച്ചിട്ട് ഈശോയ്ക്ക് ഈ വചനം കൃത്യമാണെന്ന് അറിയാമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. എന്തായിരിക്കും ഈശോ മറുപടി പറയാൻ നോക്കിയിട്ട്? പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വന്നു പോയതിനേക്കാൾ ഉപരിയാ ഒപ്പം തന്നെ വചനം പഠിക്കും വേണം. ബൈബിളും കൊണ്ടുകൊണ്ട് പോകുന്നു. ഇവിടെ പറയുന്ന വചന ഭാഗങ്ങൾ കൃത്യമായി എടുത്ത് വായിക്കുമ്പോഴാണ് നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കുക. നമ്മുടെ തലമുറയ്ക്ക് കിട്ടാത്തത് തന്നെയാണ്. ഒത്തിരി പ്രേമബന്ധങ്ങളിൽ പെട്ട് ഒത്തിരി പേര് വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ആദ്യ ചോദ്യമുണ്ട്. കൊന്നൊക്കെ ചെല്ലുന്നുണ്ട്, ഓക്കെ, വചനം വായിക്കാറുണ്ടോ? ഇല്ല. ആ സംഗതിയേ ഇല്ല. ഇനി ദൈവവിളി നഷ്ടപ്പെട്ടിട്ട് ഒത്തിരി പേര് വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യ, വചനം വായിക്കാറുണ്ടോ? ഇല്ല. വചനം വായിക്കുമ്പോൾ നിന്റെ ജീവിതത്തെ കർത്താവ് എടുത്ത് ഉപകരണമാക്കി അഭിഷേകമാക്കി മാറ്റും. ആ കണ്ണിന് വിശദീകരണം വഴിയായിട്ട് ശരീരത്തെ, ബുദ്ധിയെ, അറിവിനെ, ചിന്തയെ ഒക്കെ വിശദീകരിക്കാനായിട്ട് സാധിക്കും. എൻ്റെ വിഷയം അതല്ല, വിഷയം മാറിപ്പോയതാ. അപ്പം അതുകൊണ്ട് നമ്മൾ അടുത്ത ആഴ്ച വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരാം, ഒരു പാനിന് നോട്ട് പുസ്തകം കൊണ്ടുവരാം. അത് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മക്കൾക്ക് ഒരു പ്രചോദനമാണ് ബൈബിൾ തുറന്ന് വായിക്കാനായിട്ട്. ശരിയായിരിക്കാം, നിങ്ങൾ ഒത്തിരി ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ ഉണ്ടാവും. ആ ബൈബിൾ ചുമന്ന് നിങ്ങളുടെ കൈയൊന്നും ഒടിയില്ല. മറിച്ച് എത്രമാത്രം നിങ്ങൾ ആ ബൈബിളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒത്തിരി അഭിഷേകങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകും, നിങ്ങളെ ശക്തിപ്പെടുത്തും. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിഹാസത്തിൻ്റെ അടയാളമായിരുന്ന കുരിശിനെ ഉത്ഥാനം വഴി മഹത്വത്തിൻ്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളോടുകൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി പീഡയനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തെയും അവർണീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ്
മാർപ്പാപ്പായെയും ഞങ്ങളുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ തട്ടിൽ മെത്രാപോലിത്തയെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷൻ മാറാണ്ടൂസ് മെത്രാപോലിത്തയെയും വത്സല പിതാക്കന്മാരായ ജേക്കബ് പിതാവിനെയും ടോണി പിതാവിനെയും മറ്റെല്ലാ പിതാക്കന്മാരെയും ആത്മീക നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായി, നിന്റെ സഭയിൽ സദാ സന്നിഹിതനായി നാം ജീവൻ കൊണ്ടത് നിറയ്ക്കണമേ. നിന്റെ പെസഹറസിൽ പങ്കുചേർന്ന് ഉത്ഥാനത്തിന്റെ മഹത്തിന് യോഗ്യരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനം ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവൻ വസിക്കണയാക്കണമേ. സകലത്തിന്റെയും നാഥായ നേക്കും കൃപാസമ്പത്ത് നമ്മുടെ കടങ്ങളെ പാപങ്ങളെ കഴുകിക്കളയട്ടെ. കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. താതനും അതുപോലാത്മജനും ദിവ്യറുഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറൗസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനമീ ബലിയിൽ സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമീൻ ആമീൻ. മർത്തോമായെയും നിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ നഗതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാം. സർവ്വനാഥന ദൈവം തന്റെ സ്തുതിയിൽ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിപ്പിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തീകരിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭീഷണി നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവം ഞങ്ങളുടെ മേൽ വർഷിച്ച സമ്മർദ്ദമായ എല്ലാ അനുഗ്രഹം നന്ദി പറയുന്നു. ഞങ്ങളുടെ ബിഷത്തിന് രക്തങ്ങളാകുന്ന ഇവരെ ഗസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളുടെ കാരണത്തെ ലോകിലാക്കി അങ്ങ് നൽകിയത് ആനന്ദിക്കുന്ന സ്നേഹത്തോടെ മുറിച്ച വിശ്വാസം പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും നന്ദി ആരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ദൃതത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളും സ്തുതിയും എല്ലാ നാവും നിഷ്ഠപേക്ഷയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നല്ല അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യർക്ക് കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഹന്മാരുടെ 10,000 മഹോന്നതയുടെ ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ നവൃന്ദ മലാഹന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു.
രാജാധിരാജ ഓശാന ഓശാന രാജാധിരാജ ഓശാന ഓശാന രാജാധിരാജ ഓശാന ഓശാന രാജാധിരാജ പരിശുദ്ധൻ 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 കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ഉന്നതവേദി ഓശാന ദാവീദിൻ സുതൻ ഓശാന 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 ചേർന്ന് പാടി ഓശാന 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 ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗ്ഗഗണങ്ങൾ ഒന്നിച്ചു തുടങ്ങിയേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആഹ്ലമദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നതയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഒത്തിരി മനസ്സിൻ്റെ നൊമ്പരങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വെന്തുരുകുന്ന പ്രശ്നങ്ങളിലൂടെ ഈശോയെ കടന്നു പോവുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട്, കടബാധ്യതകൾ, ജോലിയില്ലാത്ത അവസ്ഥ, മക്കളുടെ വിവാഹം നടക്കാത്ത അവസ്ഥകൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ബിസിനസ് തകർച്ച, കുടുംബങ്ങൾക്ക് സമാധാനമില്ലാത്ത അവസ്ഥ, എപ്പോഴും കലഹം, ആകുലതകള്, രോഗങ്ങള്, അടിക്കടിക്ക് വരുന്ന രോഗങ്ങള്, അപകടങ്ങള് എല്ലാം ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങൾക്കല്ല കർത്താവേ, നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകാനായിട്ട് ഈശോയെ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കലെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷകൾ, ഞങ്ങളുടെ യാചനകൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയിട്ട് നിന്റെ ഹിതം, നിന്റെ ദൈവിക നടപ്പിലാക്കുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തി ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ, തളർന്നു പോകുന്ന അവസ്ഥയിൽ ഞങ്ങളെ കൈപ്പിടിച്ച് നീ ഉയർത്തണമേ. നിരാശയുടെ വക്കിലേക്ക് ആ ഇസ്രായേൽ ജനത്തിന് മുമ്പില് ചെങ്കടല് രണ്ടായിട്ട് പിളർന്നതുപോലെ ഞങ്ങളുടെ തകർച്ചയുടെ മുമ്പിൽ ഈശോയെ വിശ്വാസം ഞാൻ പറയുകയാണ്, എനിക്കൊരു ദൈവമുണ്ട്, എന്നെ രക്ഷിക്കാനായിട്ട് ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് മരക്കുരിശിലെ രക്തം ചിന്തിയ കർത്താവ് എനിക്കുണ്ട്. എന്റെ ഏകരക്ഷകൻ, ആ രക്ഷകനെ സഹായിക്കാനായിട്ട് സാധിക്കും. ഞാനിതാ ഈ കാസയോടും പിലാസയോടും ചേർത്ത് വെച്ചുകൊണ്ട് എന്റെ ജീവിതം സമർപ്പിക്കുകയാണ്. കർത്താവേ, ഉത്തരം തരാൻ നൽകുന്ന ദൈവമാണ് നമ്മുടേത്. നമ്മുടെ എല്ലാ അപേക്ഷകളും യാചനകളും നമുക്ക് നിമിഷം ഈ കാസയോടും പിലാസയോടും ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ ഇങ്ങനെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായിട്ട്
നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുത്ത എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായിട്ട് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടും. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും നന്ദി ആരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലമുറാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലമുറ പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പോലിത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരുദ്ദേശനായ മാർ ആൻഡ്രോസ് മെത്രാപ്പോലിത്താക്ക് വേണ്ടിയും സ്നേഹപിതാവോ മാർ ജേക്കബ് മെത്രാപ്പോലിത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ സഹായമെത്രാനും പിതാവുമായ മാർ ടോണി പിതാവിന് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനന്മാർ, സമർപ്പിതരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി കുർബാനകൾ സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളെയും അതിന്റെ ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധയിൽ പ്രതിനിധിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാർക്ക് വേണ്ടി കുർബാനകൾ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരും എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നാമത് വേർപ്പിഞ്ഞ പോയി മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവത്തിന് വേണ്ടിയും വ്യക്തിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും, ഞങ്ങളുടെ പ്രാർത്ഥന സഹായം അപേക്ഷയുള്ള മക്കൾക്ക് വേണ്ടിയും, രോഗികളുമായിട്ട് ഭവനങ്ങളും ആശുപത്രി എല്ലാവർക്കും വേണ്ടിയും ഭാവി ബലഹീനമായി എനിക്ക് വേണ്ടി കുർബാനങ്ങൾ സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണച്ച് പരിശുദ്ധനായിട്ട് തലക്കുനിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. മാമോദീസായിലൂടെ സ്ഥൈര്യലപനത്തിലൂടെ ആദ്യ കുർബാന സ്വീകരണത്തിന് നമുക്ക് ലഭിച്ചുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ നിമിഷം കത്തിജ്വലിക്കപ്പെടുവാനായിട്ട് തലക്കുനിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് ആത്മാർത്ഥമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചേ ഇതിനെ ആശീർവദിക്കുകയും പത്രിവിടുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരും ഉയർപ്പിലെ പ്രത്യാശുവിനെ പ്രതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാമവാചിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അപേക്ഷത്തിന്റെ അമൂല്യ സന്തോഷം പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും നാമത്തിന് സ്തുതിയും ബഹുമാനവും നന്ദി ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് തോന്നണമേ.
അങ്ങയുടെ കാനതിരകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാക്കുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാക്കുന്നു. എങ്കിലും സുത്രഹവും പരിശുദ്ധവും ജീവദായ ദൈവ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അടുപ്പിക്കും. കർത്താവായ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തു നൽകിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കുക. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ, ജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാവിധ പാപങ്ങളും ജീവന്റെ അപ്പമായിട്ട് ഈ പരിശുദ്ധ കുർബാനയിൽ എന്നുള്ളിരിക്കുന്ന യേശുനാഥന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് മരക്കുരിശിൽ 3 ആണികളിൽ തൂങ്ങി മരിക്കപ്പെട്ട് അവിടുത്തെ രക്തം ചിന്തിയ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും തലമുറയെയും കഴുകി ശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് നിമിഷം ആത്മാർത്ഥമായിട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടെ കൂടെ അങ്ങയുടെ സന്നദ്ധയിൽ പോകുന്ന നിർമ്മല ഹൃദയരും പ്രശ്നമത നിഷ്കരി ആപരിക്കും ഞങ്ങൾ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും വന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണ പിതാവിൻ അങ്ങയുടെ കാര്യങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിൽ നിന്നും അവന്റെ സ്വയം രക്ഷിക്കണമേ. എന്നുകൊണ്ട് ആ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തി പ്രബലാധികാരം അങ്ങോട്ടാക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന
വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ആശംസയുടെ കൃപാവരം അവിടുത്തെ കാര്യം നമ്മളവരും സമ്പൂർണ്ണമാകട്ടെ. എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, സുതർക്കവും പരിശുദ്ധവും ജീവദായ ദൈവമായ രഹസ്യങ്ങൾ കടങ്ങൾ മോചനക്കാരൻ പറഞ്ഞൊക്കെ നൽകി ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയമായ നാഥന് സ്തുതിയും ബഹുമാനവും നന്ദി ആരാധനയെ സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെടരാകുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുതർക്കവും പരിശുദ്ധവും ജീവദായ ദൈവമായ രഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തുവല്ലോ. ഉന്നതമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥായ എന്നേക്കും. താവാം മിശിഹാവരിയ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചും സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലും അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവ എന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാത്തവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകം ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം മകിളറിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ കാരണമാകട്ടെ. ഇനി ഒരു പരിഹാരം